ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് ശബരിമല വിഷയം എന്ന് പറയുന്നത്. പത്മകുമാറും വാസുവും ഒക്കെ അറസ്റ്റിലായിരിക്കുന്നു. അടുത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആയിരിക്കും. പ്രശാന്തിനെതിരെയുള്ള തെളിവുകളൊക്കെ SIT ശേഖരിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും, പിന്നീട് അറസ്റ്റിലേക്ക് പോകുമെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഇപ്പൊ ഗോവിന്ദമാഷ അടക്കം കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പാർട്ടിയെ, അതായത് തെറ്റ് ചെയ്തവരെ അകത്താക്കിക്കൊണ്ട് പാർട്ടിയെ സംരക്ഷിക്കാനുള്ള നിലപാടാണോ ഗോവിന്ദൻ മാഷ് സ്വീകരിക്കുന്നത്? തെറ്റ് ചെയ്തവരെ അകത്താക്കിക്കൊണ്ട് പാർട്ടിയെ സംരക്ഷിക്കുന്ന നിലപാട് അങ്ങനത്തെ നിലപാടല്ലല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കകത്ത് അദ്ദേഹമായിരുന്നു ജില്ലാ കമ്മിറ്റി കൂടിയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയെന്ന് പറഞ്ഞാൽ, ഈ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ ചുമതലകൾ ചിലരെ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു, അതിനകത്ത് കുഴപ്പം കൊണ്ടവരെ പുറത്താക്കുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM തന്നെ ഗോളടിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു വിഷയം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം, അതായത് നിങ്ങൾക്കറിയാമല്ലോ ഈ ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് വൈകാരികമായ വിഷയമാണ്. അത്രയ്ക്ക് വൈകാരികതയും അതിനകത്ത് ജാതിമത ഭേദമന്യേ എല്ലാവരും ആ വിഷയം ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. അതിനകത്ത് CPM എടുത്തൊരു നിലപാട് രാഷ്ട്രീയ നിലപാടായിരിക്കും. അതിനകത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ശരി. അതിനകത്തൊരു വർഗീയത കൊണ്ടുവന്ന അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനെ വിഭജിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ഏറ്റില്ല. അയ്യപ്പൻ എല്ലാവരുടെയും ആളാണ്. ആ ഒരു രീതിയോട്, ആ ഒരു മുദ്രാവാക്യത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. CPM അതിനകത്ത് നിന്ന് CPMൻ്റെ ഇതുവരെ കാണാത്തൊരു നിലപാട്. ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മാപ്പ് പറയുന്ന സ്വഭാവമൊന്നും CPM ഇല്ല. ശബരിമല വിഷയത്തിൽ CPM ഇലക്ഷന് ശേഷം മാപ്പ് പറഞ്ഞ് വീടുകളിൽ കയറി, ഞങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങളെടുത്ത നിലപാട് ജനത്തിന് വിരുദ്ധമാണ്, തെറ്റാണ്. ഇപ്പം ഏറ്റവും അവസാനം അയ്യപ്പ സംഘവും അതും പോരാഞ്ഞിട്ട് അയ്യപ്പൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൂടെയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അയ്യപ്പ സംഘവും കൊണ്ടുവന്നു. അന്ന് പിണറായി പറഞ്ഞു ഞാനാണ് അയ്യപ്പൻ, തത്വമസി ഞാനാണ് അയ്യപ്പൻ, ഞാനാണ്. പിണറായിയാ പറഞ്ഞേ. ഗോവിന്ദമാഷ് പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്, അതായത് ആചാരങ്ങളും വിശ്വാസങ്ങളും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് CPM പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഏറ്റവും അവസാനം അതേ വിഷയം അന്ന് ആ വിഷയത്തിനകത്ത് മുതലെടുപ്പ് നടത്തിയതും പ്രയോജനം ചെയ്തതും ആ മുദ്രാവാക്യം ഞങ്ങളുടെ സ്വന്തമാണെന്ന് വെച്ചുകൊണ്ടിരുന്ന BJP കൊണ്ട് മുതലെടുപ്പ് നടത്തി. അതിനുശേഷം അയ്യപ്പ എന്ന് വിളിച്ചാൽ അയ്യപ്പൻ തന്നെ ശരണം എന്നുള്ള മുദ്രാവാക്യം മാത്രം കൂടെ ഉണ്ട് BJPക്ക് മറ്റു മുദ്രാവാക്യങ്ങളില്ലല്ലോ. കാരണം BJPയുടെ നേതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് 26 ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അതിനകത്ത് അഴിമതിക്കാരെ ഉണ്ട് ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബാക്കി ഇന്ത്യയിലുടനീളം BJP വളരുമ്പം കേരളത്തിൽ BJP വളരാത്തതിൻ്റെ കാര്യം. അപ്പോൾ അവിടെയും പിടിച്ചിരിക്കുന്നത്. പക്ഷേ BJP അപ്പുറം ഈ ഇത്തരം മുദ്രാവാക്യങ്ങൾക്കുണ്ടായിരുന്നു. ആ മുദ്രാവാക്യം കൂടി വളരെ ബുദ്ധിപരമായിട്ട് CPM കവർന്നെടുത്തുകൊണ്ട് പോയപ്പോൾ വീണ്ടും ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയും സംവിധാനം ക്യൂ ആയിട്ട് പോവുക. അയ്യപ്പൻ്റെ സ്വർണം മോട്ടിച്ചു, അതിനെക്കാട്ടി വൈകാര്യമായിട്ട് പ്രശ്നമാണ്. അയ്യപ്പൻ്റെ സ്വർണം മോട്ടിച്ചു, അതായത് ശബരിമല കൊള്ള നടത്തി. അതിനകത്ത് ഇതുവരെ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ, അതും ഇടതുപക്ഷ സംഘടനയുടെ ആൾക്കാരാണ്, മൊത്തം CPM നേതാക്കന്മാർ അകത്താണ്. ഇനി വരാൻ പോകുന്നു, കടകംപള്ളി അകത്ത് പോകാൻ പോകുന്നു, ചോദ്യം ചെയ്യാൻ പോകുന്നു. ഈ പറയുന്നത് പോലെ അടുത്ത പ്രശാന്ത് എന്ന് പറയുന്ന ആൾ CPMകാരൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, അദ്ദേഹം അകത്തും പോകുന്നു. ഇതൊന്നും ഏറ്റെടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷമില്ല. എന്തിയെ പ്രതിപക്ഷം, എന്തിയെ VD സതീശൻ, എന്തിയെ KC വേണോ, എന്തിയെ കോൺഗ്രസ്, എന്തിയെ BJP, എന്താണ് ഏറ്റെടുക്കാത്തത്? അല്ലെങ്കിൽ അത്തരത്തിൽ വരുമ്പോൾ അതിനകത്ത് ആ വിഷയം ഏറ്റെടുക്കാൻ അവരില്ലാത്തപ്പോൾ ഭരണവും പ്രതിപക്ഷവും ഗോവിന്ദൻ മാഷാവുന്നു. ഗോവിന്ദൻ മാഷിൻ്റെ ഇതിനകത്ത് നിർത്തി ഞങ്ങൾ ഏൽപ്പിച്ചു, ഞങ്ങളുടെ പാർട്ടിയാണെന്ന് വിചാരിച്ചു, ആ പാർട്ടിയുടെ മൂല്യങ്ങൾ കൊണ്ടു നടക്കുമെന്ന് വിചാരിച്ച് ഏൽപ്പിച്ചു, കൊള്ള നടത്തി, അവനൊക്കെ പുറത്ത് ഇനിയുണ്ടോ കൊള്ള പുറത്താക്കും എന്നുള്ള രീതി ഉറപ്പിച്ച് പറയുന്ന ഒരു രീതിയിലേക്കാണ് ഗോവിന്ദൻ മാഷ് പോകുന്നത്. ഗോവിന്ദൻ മാഷ് ഏറ്റെടുത്തു, പ്രതിപക്ഷത്തിൻ്റെ ജോലി ഏറ്റെടുത്തു. ഈ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഈ 2026 തെരഞ്ഞെടുപ്പിലും ഒരു പക്ഷേ ഇതുപയോഗിച്ച് ഈ പാർട്ടിയെ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിന്, മൂന്നാമത് അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി സാധ്യതയുള്ള സമയത്തായി പ്രതിപക്ഷം ഇണ്ടാതിരിക്കുന്നത്. അപ്പോൾ വിചാരിക്കേണ്ടത് ഇതിനെക്കാട്ടിൽ വിശാലമായിട്ട് അന്വേഷിച്ചാൽ പ്രതിപക്ഷവും ഒരുപക്ഷെ BJP നേതാക്കന്മാരും ഒക്കെ ഈ കൊള്ളയിലെ പങ്കാളികളാകുമോ എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സാധാരണ ഒരുത്തിന് അല്ലെങ്കിൽ ഒരാൾ വിചാരിക്കേണ്ടത്. അപ്പം അത്തരത്തിലേക്കാണ്, അതായത് CPM തന്നെയാണ് ഗോളടിച്ച് നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ടോ? CPM ഗോളടിക്കുക എന്നുള്ളതിലേറെ പിണറായി ഗോളടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് CPM പോലും വേണ്ട എന്നാണ് ഈ ഇഷ്യൂവിൽ അദ്ദേഹം കേരളത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശം. ഇപ്പോൾ പ്രശാന്ത് സാറ് പറഞ്ഞ പോലെ CPMൻ്റെ നേതാക്കന്മാർ ഒന്നൊന്നായി കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിലേക്കും ജയിലിലേക്കും പോയി എന്ന് വരും. പക്ഷെ അത് മുൻകൂട്ടി കണ്ട ആദ്യത്തെ ആൾ പിണറായി വിജയനാണ്. പിണറായി വിജയൻ അതിനുവേണ്ടി തടയിടാനെടുത്ത ആദ്യത്തെ നമ്പർ എന്താണെന്നറിയോ? ആരായിരിക്കണം? ഇപ്പോൾ CPMന് അവകാശപ്പെട്ടതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. ആരായിരിക്കണം അടുത്ത ദേവസ്വം ബോർഡ്? ഇപ്പോൾ പ്രശാന്തിൻ്റെ പേരിൽ ആരോപണം വന്നു. പ്രശാന്തിനെ മാറ്റിയാൽ
വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, ഞങ്ങൾ വിശ്വസിച്ചവരൊക്കെ ഞങ്ങളെ വഞ്ചിച്ചു എന്നേ ഗോവിന്ദ മാഷ് പറയുന്നുള്ളൂ. പക്ഷേ പിണറായി ഒരു പടി കൂടി മുന്നോട്ട് കണ്ടു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനും തൻ്റെ പാർട്ടിയിലില്ല. അതുകൊണ്ട് CPM-ൽ നിന്ന് ഒരുത്തനെയും ദേവസ്വം പ്രസിഡന്റ് ആക്കണ്ടാൻ തീരുമാനിച്ചു. എന്നിട്ടോ IAS നിന്ന് താരതമ്യേന ക്ലീൻ ഇമേജുള്ള, എന്നാൽ ഇദ്ദേഹം പറയുന്നിടത്ത് വിധേയനായി നിൽക്കുന്ന, പിണറായിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നിട്ട് IAS-ൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷവും 10-15 കൊല്ലമായി IAS-കാരനേക്കാൾ കൂടിയ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന, അഴിമതി ആരോപണങ്ങളൊക്കെ പലപ്പോഴും വന്നിട്ടുള്ള സിനിമാ ഗാനരചയിതാവായ K. ജയകുമാറിനെ വീണ്ടും കൊണ്ടുവന്നു. അദ്ദേഹം പണ്ട് അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥനായിരുന്നു, വാസുവിനെ പോലെ. ഇപ്പോൾ അദ്ദേഹം ചെയർമാനായി എന്ന് പറഞ്ഞാൽ പിണറായി കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. നിങ്ങൾ CPM-ലേക്ക് ഇനി നോക്കുകയേ വേണ്ട, എന്നെ നോക്കിയാൽ മതി. ഞാനാണ് അയ്യപ്പൻ എന്ന പ്രസ്താവന ഉണ്ടല്ലോ, അത് ഇതിനോട് ചേർത്ത് വായിക്കണം. ഇനി ഞാനാണ് അയ്യപ്പൻ, ഞാനാണ് ദൈവം, ഞാനാണ് കർത്താവ്, ഞാനാണ് എല്ലാം. അതുകൊണ്ട് നിങ്ങളിനി അങ്ങോട്ട് ഞാൻ തീരുമാനിക്കുന്ന തീരുമാനങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറയും. അതുകൊണ്ട് ഇനിയിപ്പോൾ CPM-ൽ നിന്ന് ഇനിയൊരു 10 പേര് കൂടി കേസ് വന്നു, അകത്തായി, പ്രശാന്തിൻ്റെ പേരിൽ വന്നു എങ്കിൽ പോലും CPM-നെ ഈ കേസ് ബാധിക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ വളരെ മനോഹരമായ ഒരു ടാക്ടിക്സ് കൊണ്ട് ശബരിമല കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ പത്മകുമാർ ജയിലിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞു എൻ്റെ ദൈവം പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തു എന്ന്. ആ ദൈവം പിണറായി വിജയൻ അല്ല എന്ന് ഒരു പക്ഷം പറയുന്നു, ആണെന്ന് മറ്റൊരു പക്ഷം പറയുന്നു. യഥാർത്ഥത്തിൽ പപ്പന്റെ ദൈവം പിണറായി അല്ലേ? പപ്പന്റെ ദൈവം പിണറായി അല്ല. പപ്പന്റെ ദൈവം പണ്ട് പിണറായി ആയിരുന്നു. പിന്നെ പപ്പൻ ദൈവമായിട്ട് വിചാരിച്ചാലും പിണറായി ഭക്തനായിട്ട് കാണുന്നില്ല പപ്പനെ. അപ്പൊ നമ്മളാരും അറിയാത്ത ഒരു ദൈവം പപ്പനുണ്ട്. അല്ല, അത് പപ്പൻ എല്ലാത്തിനും, എല്ലാ കള്ളത്തരത്തിനും എല്ലാം വെറുതെ അല്ലല്ലോ 33 കോടി ദൈവങ്ങളെ നമുക്ക് തന്നത്. മാറി മാറി പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ പപ്പൻ ഉദ്ദേശിക്കുന്ന ദൈവം, പപ്പൻ നേരത്തെ നമ്മളത് പറഞ്ഞില്ലേ, CPM-ന്റെ നിലപാടിന് എതിരായിട്ട് നമ്മളെല്ലാം വിചാരിച്ചു CPM-ന്റെ നിലപാട് ഈ പറഞ്ഞ യുവതി പ്രവേശനമായിട്ട് ബന്ധപ്പോൾ അതിനെതിരെ നിലപാടെടുത്തവനും ഭക്തർക്കെതിരെ നിലപാടെടുത്ത അയ്യപ്പൻ അനുകൂലമായിട്ട് നിലപാടെടുത്ത ആളാണ്. അപ്പോൾ നമ്മളെല്ലാം അദ്ദേഹത്തെ വേറെ പരിവേഷത്തിൽ കണ്ടു. ഇപ്പം ആ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ഈ വിഷയത്തിനകത്ത് ഏറ്റവും അവസാനം വരെ പപ്പനെ സംരക്ഷിക്കുന്ന BJP നമ്മൾ കണ്ടതാ. നിങ്ങൾ കണ്ടില്ലായിരുന്നു? പപ്പന്റെ പേരില്ലായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടപ്പം ഇപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ കൊള്ളക്കാരൻ പപ്പനാ. ഈ പിടിച്ചതിനകത്തൊക്കെ ഇപ്പൊ ഇതുവരെ വന്ന വാർത്ത അനുസരിച്ച്. അപ്പം പുള്ളിയുടെ ദൈവം, കാരണം പിണറായി വിജയൻ ഇദ്ദേഹത്തെ ഭക്തന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എന്നുള്ളത് വളരെ രഹസ്യമായിട്ടാണെങ്കിൽ പോലും നമുക്ക് ചില ഇടങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന സമയത്ത് വാസു പപ്പൻ അയ്യപ്പനെ കൊള്ളയടിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് അവിടെ കൊടുക്കുകയും അതിനുശേഷം ഈ പറയുന്ന പോലെ ഒരു 6 കോടി രൂപയുടെ അഴിമതി അവിടുത്തെ വിജിലൻസ് അന്വേഷിച്ച് കൊണ്ടുകൊടുത്തത് പാർട്ടിയെ ബാധിക്കുമെന്ന് കണ്ടുകൊണ്ട് അവിടെ വെച്ച് അമക്കിയതാണ്. AK സെന്ററിൽ അമക്കിയതാണ്. കാരണം അവിടെ ഇരുന്നുണ്ട്. അപ്പം അന്നത്തെ ഈ വിഷയങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്ന ആളാ വാസു. ആ വാസു പിന്നെ അതുകൊണ്ട് പ്രസിഡന്റ് ആയത്. വാസു ഞാനില്ല ഇന്നലെ പറഞ്ഞതുപോലെ ശർക്കര വരട്ടിക്കകത്ത് കരിയാപ്പില വീണപോലായിപ്പോയി. വീണുപോയി. ശർക്കര വരട്ടിക്കകത്ത് കരിയാപ്പിളയ്ക്ക് യാതൊരു കാര്യമില്ല. പക്ഷെ വീണുപോയി, അതിനകത്ത് ഉരുണ്ടു, കയറത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഇദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഈ ഇതിനകത്ത് ആരെയും വിശ്വാസമില്ല, അല്ലെങ്കിൽ ജനത്തിന്റെ താല്പര്യം. ഇപ്പം ജയകുമാർ വന്നല്ലോ, ഏതെങ്കിലും ആൾക്കാർ CPM-ന് കോൺഗ്രസിനെതിരെ പറയാൻ പറ്റും, BJP-ക്ക്? കാരണം അദ്ദേഹത്തിന് ആരും അറിയാത്തൊരു ക്ലീൻ ഇമേജ് ഉണ്ട്. നേരത്തെ ശബരിമലയിൽ നിന്ന് അത് തെളിയിച്ചിട്ടുണ്ട്. രഹസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ മറ്റോ ഉണ്ടോ ഉള്ളത് ജനത്തിന്റെ മുമ്പിൽ ക്ലീൻ ഇമേജ്. അപ്പം ഞങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചു. ഈ പറഞ്ഞ പ്രസ്താവനയ്ക്ക് മുമ്പേ പിണറായി കണ്ടു. വളരെ അഹമ്മദ് പറഞ്ഞ വളരെ കറക്റ്റാ. എത്ര മുമ്പേ കണ്ടു, ഞങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചു. ഇനി അവിടെ ഒന്നും പാടില്ല. ഇതുവരെ നടന്നു, വിശ്വസിച്ചേൽപ്പിച്ചു. ഇപ്പൊ നമ്മൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ, കേരളത്തിൽ പ്രതിപക്ഷം ഇല്ലാതായി, കോൺഗ്രസ് ഉണ്ടായില്ല, BJP നേരെയാകുന്നില്ല. അതിൻ്റെ പിന്നിൽ ഗോഡ് ഫാദർ ആരാന്ന വിചാരം? ഇപ്പോൾ കോൺഗ്രസ്സിൽ ഏതാണ്ട് എല്ലാവർക്കും സമ്മതമായ ഒരു നേതാവ് ഉണ്ടായി വന്ന നേതാവിൻ്റെ പരിവേഷത്തോടെ VD സതീശൻ വന്നതാ. എവിടെ വെച്ചത് തകർക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു ഗ്രൂപ്പ്, കൊടിയ ക്രിമിനലായ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പിന്നാലെ കോൺഗ്രസ്സുകാരെ മൊത്തം റാലി ചെയ്തിട്ട് VD സതീശനെതിരെയുള്ളൊരു കോക്കസ് ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിൽ ആരാന്ന വിചാരം? 2 പേരെ അനുഗ്രഹിച്ച്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തെ, കാരണം ഇദ്ദേഹത്തിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ അനുഗ്രഹിച്ചു. 2 ഒരു നേതാവായിട്ട് വന്ന VD സതീശനെ വളരെ കൃത്യമായിട്ട് ഔട്ടാക്കി. VD സതീശൻ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ഇയാളുടെ ഓപ്പറേഷൻ ഞാൻ കണ്ടുപഠിക്കുന്ന മലപ്പുറത്ത് നിന്ന് പി വി അൻവർ പിണറായിസത്തിനെതിരായി പൊരുതിയ അന്ന് തൊട്ട് കേരളത്തിൽ ഒരാൾ മാത്രമാണ് ശക്തമായി ഓപ്പറേറ്റ് ചെയ്തത്. എന്താണെന്ന് പറയും? PV അൻവറിനെ കേരളത്തിലെ UDF എടുക്കരുത്. ആരുടെ അജണ്ട അത്?
വി.ഡി. സതീശൻ അല്ല, അല്ല പിണറായി വിജയൻ. പിണറായി വിജയന്റെ അജണ്ടയാണ്. നിങ്ങൾ എന്ത് അതിനു വേണ്ടിയിട്ടൊക്കെ പിണറായി വിജയനുമായിട്ട് പല ധാരണകളിൽ പലതും നേടുന്നവരുണ്ട് അതിന്റെ പേരിൽ. ഞാൻ പറയുന്നത് പിണറായി വിജയന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശത്രുക്കളെ കാലയെക്കൂട്ടി തിരിച്ചറിയാനും ഒറ്റപ്പെടുത്താനും ഒക്കെ നന്നായിട്ട് അറിയാം. ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല എന്ന് ഗോവിന്ദൻ മാഷ് ആരെക്കുറിച്ച് പറഞ്ഞാലും പിണറായി വിജയൻ ഗോവിന്ദനെ പോലും വിശ്വസിക്കുന്നില്ല. ആണ് അതിന്റെ ശരിയായ പരമാർത്ഥം. അതുകൊണ്ട് പക്ഷെ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് ആരാണ് ഇപ്പോൾ പ്രശാന്ത് സാർ പറഞ്ഞവർ ആരാണ് വിജയിക്കുന്നത്, ഒടുവിൽ ആരാണ് ചിരിക്കുന്നത്? മൂന്നാം തവണയും പിണറായി പിണറായി വിജയൻ വിജയൻ തന്നെ ചിരിക്കും. ഇതിനകത്ത് വേറൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ ഒരു തന്ത്രം കേന്ദ്രത്തിൽ മോദി കൃത്യമല്ലേ, ആര് വന്നാലും അവൻ കേരളത്തിലെ BJP അതുകൂടി ചേർത്ത് വായിച്ചു നോക്കൂ സർ. കേരളത്തിലെ BJPയെ രക്ഷപ്പെടാൻ സമ്മതിക്കാത്തതിന്റെ പിന്നിൽ ആരാണ്? കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന സുരേന്ദ്രൻ അല്ലെങ്കിൽ മുരളീധരൻ, ഇവർ രണ്ടും പിണറായി വിജയൻ പറഞ്ഞതിനപ്പുറം ഇല്ല. കാരണം പിണറായി വിജയന്റെ അമ്മിച്ചോട്ടിൽ ഇവരുടെയൊക്കെ വാലുണ്ട്. അതെ അതെ അതെ, അത് പിണറായി വിജയൻ അറിയാം എപ്പോൾ എടുക്കണം എന്ന്. നിന്നോ മര്യാദക്ക് നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താനുള്ള സംവിധാനം അയാൾക്കറിയാം. അതുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്. ഇത് രണ്ടു കൂട്ടർ വളരെ കൃത്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വി.ഡി. സതീശനെ കുറിച്ച് നമുക്ക് മറ്റെന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയനോട് വിട്ടുവീഴ്ചയില്ലാതെ ഫൈറ്റ് ചെയ്തൊരു കോൺഗ്രസ് നേതാവാണ് വി.ഡി. സതീശൻ. അതിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടും തീർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് വ്യക്തിപരമായ ക്വാളിറ്റി എന്തൊക്കെയായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗംഭീരമായി വർത്തമാനം പറഞ്ഞിരുന്നു. രാഹുലിനെ വേറൊരു തരത്തിൽ മയക്കി വി.ഡി. സതീശനെ രാഹുലിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വി.ഡി. സതീശനെയും ഒതുക്കി. ഇത് ഭീകരമായൊരു ഓപ്പറേഷനാണ്, നമ്മൾ കാണാത്തൊരു ഓപ്പറേഷൻ. അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇനി ഒരു വഴിയേ ഉള്ളൂ. അത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കേരളത്തിലിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പിണറായി വിജയനെ തോൽപ്പിക്കണമെന്ന് അടിസ്ഥാന വർഗത്തിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ തൊഴിലാളികൾക്കല്ല, മുകളിലുള്ള കരിയറിസ്റ്റുകളായ പൊളിറ്റീഷ്യൻസിനല്ല, താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് പിണറായിയെ തോൽപ്പിക്കണം, മാറ്റി നിർത്തണം, കേരളത്തെ ശുദ്ധീകരിക്കണം. പക്ഷെ അത് ശുദ്ധീകരിക്കണമെങ്കിൽ ആരിലൂടെ നടപ്പാക്കുക? മത്സരിക്കാൻ ആൾ വേണ്ടേ, അല്ലെങ്കിൽ ആ രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ ആൾ വേണ്ടേ? അതാണ് ഇതിൻ്റെ കേരളത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ ശബരിമല അയ്യപ്പനെയും പിണറായി ഏതാണ്ട് വരുതിയിൽ ആക്കിയ മട്ടാണ്. ഞാനാണ് സൂപ്പർ ദൈവം എന്ന് പറയുമ്പോൾ അയ്യപ്പനൊക്കെ അതിൻ്റെ താഴെ വരുന്നുള്ളൂ. സത്യത്തിൽ അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വേറെ ഈ പോക്ക് പോയാൽ പിണറായി തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ പഞ്ചായത്ത് ഇലക്ഷനിൽ, പക്ഷേ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. പഞ്ചായത്ത് ഇലക്ഷനിൽ പലപ്പോഴും പ്രാദേശികമായ ഘടകങ്ങൾ കൂടി വന്നു എന്ന് വരാം. പക്ഷേ പ്രാദേശികമായ ഘടകങ്ങൾ വന്നുകൂടായികയില്ല. പ്രാദേശികമായ ഘടകങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനിൽ വളരെ വൃത്തിയായിട്ട് സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് തന്നെ CPM-നായിരിക്കും മേൽക്കോയ്മ വരുന്നത്. കാരണം പ്രദേശങ്ങളിൽ ഇപ്പോഴും സാധാരണക്കാരുടെ ഇടയിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗ് വരുമോ, അവരുടെ അതേ സ്ട്രാറ്റജി വരുമല്ലോ, അവർ ഇടപെടുന്നുണ്ട്. ബാക്കി പ്രദേശങ്ങളിൽ എവിടെ സാർ? പണ്ട് നമ്മൾ സംവിധാനമില്ല, പ്രദേശങ്ങളിൽ ഇടപെടാൻ നേതാക്കന്മാരില്ല. പണ്ട് എൻ്റെ ഒരു കുഞ്ഞുനാളിൽ ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ എല്ലാ പ്രദേശത്തും ഒരു 3 കതറിട്ടവർ കാണും. എല്ലാ വിഷയത്തിലും അവരാ ഇടപെടും. വില്ലേജില്, താലൂക്കില്, പഞ്ചായത്തില് ആൾക്കാരുടെ വിഷയത്തിന് മൊത്തം ഇപ്പൊ അങ്ങനെ ആരെങ്കിലും കാണുന്നത്? ആ വിഷയം മൊത്തവും ഏറ്റെടുക്കുന്നതും നടപ്പാക്കുന്നതും ഒക്കെ CPM-ആ. അപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതേപറ്റി. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ വിജയം. അവന്റെ കയ്യിൽ കുറച്ച് പോക്കറിത്തരൊക്കെ ഉണ്ട്. അവനിപ്പോ നോക്കി നിൽക്കേ പണമൊക്കെ പണക്കാരനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്റെ കാര്യത്തിൽ എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കൊരു വിഷയം എന്നാ പറയാം, എന്റെ വിഷയം അതാ. അപ്പൊ അത് അപ്പോഴും സംഘടനാ സംവിധാനം പരാജയപ്പെടുക എന്ന് പറയും. പിണറായിക്ക് ഇപ്പോൾ ആകെ ആവശ്യമുള്ളത് പിണറായി കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ ഒരു സംഘടന വേണം. അതിന് അടിമയെപ്പോലെ പണിയെടുക്കുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ നിന്നാൽ മതി. ഇല്ലാത്തവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. സാറേ, ഞാൻ ഈ ആഴ്ച PK ശശി കണ്ടിരുന്നു. എത്ര പേരെയാണ് ഇയാൾ ഈ അടുത്തൂൺ കൊടുത്ത് വീട്ടിലേക്ക് ഇരുത്തിയിട്ടുള്ളതെന്നറിയോ? കൊലകൊമ്പന്മാരായ PK ശശിയൊക്കെ ആരായിരുന്നു? ഷൊർണൂർ, പാലക്കാട് ജില്ലയിലേക്ക് ഒക്കെ വീട്ടിലിരിക്കുകയാണ്. ഇയാൾക്ക് വഴങ്ങുന്നില്ല എന്ന് തോന്നിയ ഓരോരുത്തനെ നമ്പർ ഇട്ട് കാർഡ് കൊടുക്കും. എങ്ങോട്ട്? സ്വന്തം വീട്ടിലേക്കുള്ള എൻട്രി കാർഡ്. അവിടെ പോയി ഇരുന്നോണം. അങ്ങനെ ഇരിക്കുന്ന പിണറായി വിജയൻ്റെ ഭരണം ഭീകരമായ ഓട്ടോക്രസിയാണ്. ജനാധിപത്യമില്ല, കമ്മ്യൂണിസം ഇല്ല, അതിനകത്ത് സോഷ്യലിസവും ഇല്ല, ഈ ഉൾപാർട്ടി ജനാധിപത്യവും ഇല്ല, കേന്ദ്രീകൃത ജനാധിപത്യവും ഇല്ല. ഈ പറഞ്ഞ ജനാധിപത്യം എന്ന വാക്കും അദ്ദേഹം തമ്മിൽ ബന്ധമില്ല. അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലയാളി. എന്തുകൊണ്ടെന്നാൽ അതിനെ ചെറുക്കാൻ പറ്റിയ ഒരു ബദൽ നേതൃത്വം കേരളത്തിൽ ഇന്നോളം ഉണ്ടായി വന്നിട്ടില്ല. ഇറ്റ്സ് യെറ്റ് ടു ബി ബോൺ എന്ന് ഇംഗ്ലീഷ് പറയും. അങ്ങനെ ഒരാൾ ഇനി പിറക്കേണ്ടിയിരിക്കും. സാധ്യതയുമില്ല. തീർച്ചയായിട്ടും. ആയിക്കോട്ടെ.